ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് സജ്ന. ഞാൻ സൈക്കോളജി കൗൺസിലറാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് എൻ്റെ സ്വദേശം. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 22 ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാനിപ്പോൾ. CBT കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വിംബിളിൽ ജോയിൻ ചെയ്തത്. അതിനുശേഷമാണ് പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിനെ പറ്റി അറിയുന്നതും അതിൽ ജോയിൻ ചെയ്യുന്നതും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റി. ഞാൻ ഇതിനു മുന്നേ കുറച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരു സെക്ഷൻ എത്രത്തോളം മനോഹരമാക്കാം എന്നതിനെ പറ്റി ഇതിൽ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റി. അതിന് ഫൈസൽ സാറിനും കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന അർച്ചന മാമിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല എന്നിരുന്നാലും അവരുമായിട്ടുള്ള കണക്ഷൻ നിന്നു പോകുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ സമയവും പരിശ്രമവും ഒക്കെ വേസ്റ്റ് ആക്കിയിട്ട് അവർക്ക് വേണ്ടി, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ? നോ പറയാൻ മടിയുള്ളവരാണോ നിങ്ങൾ? അത് കാരണം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ? ഈ ഒരു വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ക്ലാസ് എടുക്കാൻ വരുന്നത് സിന്ധു സരളാബായി മാമയാണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ് മാം. മാം ഒരു കരിയർ ആൻഡ് അഡോളസെന്റ് കൗൺസിലറും ഒരു ലൈഫ് കോച്ചും കൂടെയാണ്. അതിനു പുറമെ വിയ സൊല്യൂഷൻ എന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോ ഫൗണ്ടർ കൂടെയാണ്. നമുക്ക് വളരെ ഉപകാരപ്രദമായ ഈ ഒരു ക്ലാസ് ലീഡ് ചെയ്യുവാൻ വേണ്ടി മാമിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ ക്ലാസ് കേൾക്കാൻ ജോയിൻ ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. താങ്ക് യു സോ മച്ച് സജന മാം. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഗുഡ് ഈവനിങ് മാം. കേൾക്കാം. ഗുഡ് ഈവനിങ്. ഇപ്പൊ എല്ലാവർക്കും മനോഹരമായ ഒരു പുതിയ വർഷം ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പൊ ഈ പുതിയ വർഷം നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ നേടാൻ പറ്റുന്നതാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വീണു പോകും. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ടാകണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വീണു പോയ സ്ഥലങ്ങൾ, ആ വീഴ്ചകളൊന്നും നമ്മുടെ ദൗർബല്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റതിന്റെ അടയാളങ്ങളാണെന്നും നമ്മുടെ പരാജയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഒറ്റപ്പെടലുകളെ, നമ്മുടെ വേദനകളെ ഒക്കെ മറക്കാനായിട്ടല്ല, അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടാണ് ഈ പുതുവത്സരം എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞു പോയതിനെ ഒന്നും കുറ്റപ്പെടുത്താണ്ട് അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനെ ഒന്നും ഭയപ്പെടാണ്ട് നമുക്ക് ഒന്നിച്ച് ഈ പുതുവത്സരത്തെ സ്നേഹത്തോടു കൂടി വരവേൽക്കാം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം വിംബിൾ അക്കാഡമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്തും അവിചാരിതമായിട്ട് വിംബിളിലേക്ക് എത്തപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ ലൈഫിലാണെങ്കിലും പലപ്പോഴും അങ്ങനെയാ, നമ്മൾ അവിചാരിതമായിട്ട് എത്തപ്പെടുന്നു. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ട്രെയിനിങ് എന്നുള്ള ആ ഫീൽഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ വിംബിളിലേക്ക് എത്തിയത്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പക്ഷെ അത് ഒന്നുകിൽ നമുക്ക് എഫേർട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വിംബിളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ എത്തിയപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു നിമിഷം കൊണ്ട് അത് സാധ്യമല്ല. പക്ഷെ അത് ഒരു യാത്രയാണെന്നും അത് ആ യാത്രയിലൂടെയാണ് നമുക്ക് അതിനൊരു വ്യക്തത വരുന്നത് എന്നുള്ളതുമാണ് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ഞാൻ സജ്ജ മാമിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മാമിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ആ ഒരു ഫീല് നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് വിംബിളിന്റെ പ്രത്യേകത. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. എല്ലാവരും അവരവരുടെ അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഓടി നടക്കുന്നത്. അപ്പൊ എന്റെ അവസരം എങ്ങനെ മുന്നിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുന്നിൽ വരാം എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറം നമ്മുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ഹെൽപ്പൊക്കെ കൊടുത്ത് ഒന്ന് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം,
അത് ശരിക്കും ഫൈസൽ സാറിന്റെ ഒരു വിഷൻ തന്നെയാണ്, ഒരു റിയലി ഗ്രേറ്റ് വിഷൻ. നമ്മളൊരു പ്രോസസ്സ് ചെയ്തു വരുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുക. അപ്പം ഈ വിംബിൾ അക്കാഡമിയോട്, ഫൈസൽ സാറിനോട്, അർച്ചന മാമിനോട്, ഇവിടെ ജോയിൻ ചെയ്ത ഓരോ മെമ്പേഴ്സിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വിഷയം ദ ആർട്ട് ഓഫ് സെയിങ് നോ എന്നുള്ളതാണ്. അതായത് ഗിൽറ്റോ ഫിയറോ കോൺഫ്ലിക്റ്റോ ഒന്നുമില്ലാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളിൽ പലർക്കും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് തോന്നും, പക്ഷെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് ഈ വീടിനെ സമയത്തോളം. കാര്യം നമ്മൾ സാഹചര്യങ്ങളെ ബോധപൂർവം അല്ലെങ്കിൽ ഇന്റൻഷനലി ഒക്കെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സമയത്തോളം നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനവും നമുക്ക് വെൽബീയിങ്ങും ഒക്കെ നൽകും എന്നുള്ളതാണ്, അല്ലെ? ഇറ്റ് ഇസ് എ സ്മാൾ വേർഡ് യെറ്റ് വൺ ദാറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് അവർ ജേർണി എന്നുള്ളതാണ്. അതാണ് നമ്മൾ നോ എന്നുള്ള ഒരു വാക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ പേരും ചിലപ്പോൾ ഇപ്പം ചിന്തിക്കേണ്ട, അത് അങ്ങനെ പറയാൻ കൊള്ളാമോ, അതൊരു നെഗറ്റീവ് വേർഡ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുക. അപ്പൊ കുറച്ചൊക്കെ മുന്നേ വരെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും എപ്പോഴും അവൈലബിൾ ആകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ സന്തോഷങ്ങൾക്കോ ഒന്നും നമ്മൾ ഇത് കൊടുക്കുകയില്ല. അപ്പൊ ഇങ്ങനെ അവൈലബിൾ ആവുന്ന സമയത്താണ് നമ്മൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെയാണല്ലോ നമ്മളെ മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അവിടെയല്ലേ നമുക്കൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വന്ന ഒരു തോട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നമുക്ക് ഈ ടോപ്പിക് എടുക്കാം, അല്ലെ ഈ സബ്ജക്ട് എടുക്കാമെന്ന് തന്നെ ചിന്തിച്ചത്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മളിൽ കൂടുതൽ പേർക്ക് ഉള്ള ഒരു പ്രശ്നം തന്നെയായത്. പലപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും നമുക്കത് ചെയ്യേണ്ടെന്നൊക്കെ, പക്ഷെ നമ്മൾ ചെയ്തു പോകും. ചിലപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നമ്മളോട് മൊത്തത്തിൽ വേണ്ടാന്ന് പറഞ്ഞാലും പക്ഷെ നമ്മളിത് പുറത്തോട്ട് വരുന്ന വേർഡ് യെസ് എന്നുള്ളതായിരിക്കും. അപ്പം അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് വികാരത്തിന്റെ പുറത്താണ് നമ്മളെ കൊണ്ട് നമ്മളത് അങ്ങനെ പറയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് സംരക്ഷിക്കാൻ വേണ്ടിയാ നമ്മൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് പറയുന്നതിനെ നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ടൊക്കെയാണ് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ കുറച്ച് റൂഡായിട്ടൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ആവശ്യമുള്ളിടത്ത് നമ്മൾ നോ പറയേണ്ടി വരുന്നത് സെൽഫിഷ് അല്ല, അത് നമ്മുടെ സെൽഫ് ലവ് ആണ്, അല്ലെ സെൽഫ് റെസ്പെക്റ്റ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ കൂടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വൈ വി സ്ട്രഗിൾ ടു സേ നോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ട് വരുന്നത്? അപ്പം നമ്മളിൽ പലർക്കും ഈ പറഞ്ഞ പോലുള്ള അനുഭവമാണല്ലോ, നമ്മുടെ മനസ്സ് പറയും വേണ്ടാന്ന്, പക്ഷെ അപ്പത്തേക്ക് നമ്മൾ പറയും വേണമെന്ന്. പക്ഷെ ഇത് നമ്മുടെ ദൗർബല്യം കൊണ്ടോ ഒന്നുമല്ല, നമുക്ക് മനുഷ്യന്റെ കുറച്ച് നേച്ചർ തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാനം ഈ ഒരു ബുദ്ധിമുട്ടിന് പിന്നിലുള്ളത്. കാര്യം നമ്മൾ പല സംഭവങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ആളുകളെ വേദനിപ്പിക്കുമോ, ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്ക് മൂലം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത് ഫീൽ ചെയ്യുമോ, അല്ലെ അയാൾ വേദനിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് നമുക്കുള്ളത്. കാര്യം നമ്മൾ വളർന്നത് തന്നെ അങ്ങനെ ഒരു ഇതിലാണ്, അല്ലേ? കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കരുത്, ഇല്ല എന്ന് പറയരുത്, ഇങ്ങനെയൊക്കെ കേട്ട് നമ്മൾ അങ്ങ് കണ്ടീഷനിങ് ആയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോ പറയുമ്പോൾ ഒരു സങ്കടം, അയ്യോ അവർക്ക് ദുഃഖമാവോ, അല്ലെങ്കിൽ അവരെന്നെ മോശമായിട്ട് ചിന്തിക്കുവോ, അല്ലെങ്കിൽ ആ ബന്ധത്തിന് എന്തെങ്കിലും കോട്ടം വരുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ടാണ് നമ്മൾ നമ്മൾ നോ പറയാനുള്ള ഒരു കാരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറെ ഒരാളുടെ വികാരങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കളയുന്നത് നമ്മുടെ വികാരങ്ങളെ തന്നെയാണ്. ഒന്നുകിൽ നമ്മുടെ സന്തോഷമാകാം, നമ്മുടെ കൂടെയുള്ളവരുടെ ആകാം. നമ്മൾ പലർക്ക് വേണ്ടി അവൈലബിൾ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പം ആദ്യം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. രണ്ടാമത് പറയുമ്പോഴത്തേക്കും, നമ്മൾ അംഗീകരിക്കപ്പെടണം എന്നൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ എന്നെ നല്ല ആളായിട്ട് കാണണം എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ഒരു ആഗ്രഹം നമ്മളെ കൊണ്ട് പലപ്പോഴും നോ എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയിപ്പിക്കും. അപ്പം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരാളായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വഭാവം അങ്ങ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാര്യം ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസുകളിലൊക്കെ ചില ഓഫീസുകളിലെങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത്
അതൊരു IT ഫേം ആയിരുന്നു. അപ്പൊ അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിങ് ഒക്കെ ഉണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിങ്ങിലൊക്കെ ജോലി എന്ന് പറയുന്നത് ഒരിക്കലും സർവീസിന് പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം 9 to 5 അല്ലെ 10 to 6 അങ്ങനെയൊന്നും പറ്റുകയില്ല. അപ്പൊ അങ്ങനെ വന്ന ഒരു എംപ്ലോയി, അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിക്കും സ്കിൽഡ് ആണ്, അവൻ ഡിപ്പെൻഡബിൾ ആണ്. പക്ഷെ അവന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ നോ പറയാൻ അയാൾക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു എൻവയോൺമെന്റ് പലതരം ആളുകളായിരിക്കുമല്ലോ. അപ്പൊ എപ്പോഴൊക്കെയാണോ അവിടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ലേറ്റിൽ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ വരുന്നത്, അപ്പോഴൊക്കെ ഈ ആളിന്റെ പേര് തന്നെ അവിടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കക്ഷി അതിനെ പ്രൗഡായിട്ടാണ് കരുതിയത്. കാര്യം എന്റെ കൂടെ ഉള്ളവർ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നല്ലോ, അല്ലെ എന്നെ ഇത് ഏൽപ്പിക്കുന്നല്ലോ എന്നൊക്കെയുള്ള ഒരു ഫീലായിരുന്നു. പക്ഷെ പോകെ പോകെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംഭവം, അതായത് കക്ഷിക്ക് ഒരിക്കലും ലേറ്റ് നൈറ്റ് എന്നുള്ളത് അങ്ങ് പതിവായി. പക്ഷെ പലപ്പോഴും അവധി ദിവസങ്ങൾ ഒന്നും കിട്ടാണ്ടായി, പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളായി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആള് ഭയങ്കര ഡെസ്പായി എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ മറ്റുള്ളവരുടെ അംഗീകാരം നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നോ പറയാണ്ടിരിക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മാം. കേൾക്കാം. ഓക്കെ. പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ഒരു കുറ്റബോധമാണ് നമുക്ക്. എന്ന് വെച്ചാൽ നോ പറഞ്ഞാല് അത് സെൽഫിഷ് ആണോ എന്നുള്ള ഒരു തോന്നൽ. അതായത് ഞാൻ ഈ നോ പറയേണ്ടി വരുന്നത് എന്റെ ആവശ്യങ്ങളെ ഞാൻ അംഗീകരിക്കുകയാണ് എന്നുള്ളതിനപ്പുറം ഞാൻ സെൽഫിഷ് ആവുകയാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സില്ലായ്മയാണോ അതിന് കാരണം എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് സ്വന്തമായിട്ട് നമ്മളെ നോക്കുന്നത് സെൽഫിഷ് അല്ല, അത് സെൽഫ് റെസ്പെക്ട് ആണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മൂന്നാമതായിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് ഈ തർക്കം എന്നുള്ളതാണ്. അതായത് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഈ നോ പറയാറുണ്ട്. ഇനി ഇത് പറഞ്ഞിട്ട് ഇനി അവിടെ ഒരു തർക്കം വേണ്ട, അല്ലെങ്കിൽ ഇതിനി ഞാൻ മറുപടി പറയേണ്ടി വരുമോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറയാം നോക്കാം, നമുക്ക് പറ്റാത്ത കാര്യമായിരിക്കും, എന്നാലും നമ്മൾ പറയാം നോക്കാം കേട്ടോ, പിന്നീട് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ഡോർ അങ്ങ് ഓപ്പൺ ആക്കിയിടും. ഒരിക്കലും നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത് വിടൂല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ ഒഴിവാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നമ്മളിലെ കോൺഫ്ലിക്റ്റ് അവിടെ തൊട്ട് തുടങ്ങും. കാര്യം നമ്മൾ ചെയ്യാം നോക്കാം എന്നൊക്കെ പറഞ്ഞ ആളിനെ കാണുകയും നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ അല്ലേ. അപ്പൊ നമ്മൾ ക്ലിയർ കട്ടായിട്ട് നോ പറയാത്തതിന്റെ ഒരു കാരണം ചിലപ്പോൾ ഈ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തം മൂല്യത്തെ കുറിച്ചിട്ടുള്ള ഒരു സംശയമാണ്. അതായത് എന്താണ് നമ്മുടെ വാല്യൂ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മിക്ക ആളുകളും കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്റെ ജോലി, അല്ലെങ്കിൽ എന്റെ ശമ്പളം, എന്റെ കുടുംബ പശ്ചാത്തലം, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ എന്ത് പറയുന്നു, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ മൂല്യം പലപ്പോഴും കരുതുന്നത് ഇല്ലേ. പക്ഷെ ഇതൊക്കെ നമുക്ക് വേണം, പക്ഷെ ഇതൊന്നും നമ്മുടെ മൂല്യമല്ല. അതൊക്കെ നമ്മുടെ മൂല്യം അളക്കുന്നതിനുള്ള പല എന്താ പറയാ ഒരു ഉപകരണങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നേരത്തെ കേട്ട കഥയുണ്ട് അല്ലേ, ഈ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം വളർന്ന ഈഗിളിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കഴിവുണ്ടായിട്ട് പോലും സ്വയം വിശ്വസിക്കാഞ്ഞപ്പോഴ്, അല്ലെങ്കിൽ എന്റെ വാല്യൂവിനെ മറന്നുപോയപ്പോഴത്തേക്കും എന്താണോ ഞാൻ എന്നുള്ളത് വിട്ടുപോയി. അപ്പൊ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയോ നമ്മുടെ പണമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായമോ ഒന്നുമല്ല, നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ മനസാക്ഷിയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം പലർക്കും പല രീതിയിലാണ്. നമ്മളിപ്പം ഒരു മീനാണെന്ന് വെക്കുക, ആ മീനിന്റെ മൂല്യത്തിന് അത് മരത്തിൽ കയറുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ മൂല്യം എന്ന് ചിന്തിച്ചാൽ ആ മീനിന് മൂല്യം ഉണ്ടാകുമോ? അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ. ലോട്ടസ് ഉണ്ട്, റോസ് ഉണ്ട്, ഇതിന് രണ്ടിനും രണ്ട് രീതിയാണ്. അപ്പം എപ്പോഴും നമ്മളുടെ സ്വഭാവവും നമ്മുടെ തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കണം നമ്മളുടെ മൂല്യത്തെ നിശ്ചയിക്കേണ്ടത്. ഇല്ലാന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും. അപ്പൊ നമ്മളൊരു പരാജയമാണെന്ന് തോന്നിയിട്ട് നമ്മുടെ സെൽഫ് വർത്ത് തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. അപ്പം നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഒരാളിനോട് എന്തിനൊക്കെ എസ് പറയുന്നു എന്നുള്ളതല്ല, നമ്മളെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുന്നതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മളെ ഒന്ന് നമ്മൾ കേട്ടാലല്ലേ എനിക്ക് എന്താണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് കൂട്ടേണ്ടത്, എന്താണ് എനിക്ക് ഈ ഒരു ഫീല് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഒരു 5 റീസൺ ആണ് പ്രധാനമായിട്ടും നമ്മളെ നോ പറയുന്നതിൽ നിന്നും പുറകോട്ട് നടത്തുന്നത്. അപ്പം ഞാനിത് നോക്കുമ്പം എനിക്ക് പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട്. കാര്യം ഈ പ്രോബ്ലംസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്നല്ല, പക്ഷെ
നമ്മൾ കുറച്ച് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ചിലതിൽ നിന്നെങ്കിലും ഒക്കെ നമ്മളൊന്ന് ഒഴിവാകാനായിട്ട് നോക്കും. അടുത്തത് നമ്മൾ പറയുന്നത് ഈ ഇപ്പൊ നോ പറയാണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, എങ്ങനെയാണ് പീപ്പിൾ നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹൗ പീപ്പിൾ ഡ്രെയിൻ യുവർ എനർജി എന്നുള്ളതാണ്. അപ്പൊ എനർജി ഡ്രെയിൻ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലേ. ഈ എനർജി ഡ്രെയിൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരീരത്തിന് വലിയ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മുടെ മനസ്സങ്ങ് തീരെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ പോലും നമുക്കങ്ങ് അസഹനീയമായിട്ട് തോന്നുക, നമുക്കങ്ങ് അസ്വസ്ഥതയാണ്, ഒന്നിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഈ എനർജി ഡ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എനർജി ഡ്രെയിൻ ചെയ്യുന്നത്, അല്ലെ നമുക്ക് എനർജി ഡ്രെയിൻ ആവുന്നത് വലിയ സംഭവങ്ങളൊന്നും വേണമെന്നില്ല, അത് ചെറുതായിട്ട് തോന്നുന്ന പക്ഷെ തുടർച്ചയായിട്ട് നമ്മുടെ മുന്നിൽ നടക്കുന്ന ഈ കാരണങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മളെ എങ്ങനെ ക്ഷീണിപ്പിക്കുന്നത്. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പം പറയാൻ ആഗ്രഹിച്ചിട്ടും പറയാതെ വെച്ച് പോയ ചില വാക്കുകൾ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയേണ്ടടുത്ത് ശരി എന്ന് പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ നമ്മുടെ പരിധികൾ ലംഘിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ഇത് പറ്റില്ല അല്ലെങ്കിൽ എനിക്കിത് സാധ്യമല്ല എന്ന് പറയാൻ നമ്മൾ കാണിക്കാത്ത ധൈര്യം, ഇതൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പോകെ പോകെ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ ഈ വികാരങ്ങളെല്ലാം ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ട് ഇത് നല്ല ഒരു ഭാരമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തപ്പെടും. പിന്നെ നമുക്ക് എന്ത് പറ്റും, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാണ്ടാവും, നമുക്കൊന്നും ചെയ്യാനൊരു എനർജി ഉണ്ടാവത്തില്ല, എല്ലാവരും ഒഴിവാക്കാനുള്ള ഒരു സിറ്റുവേഷൻ, ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ മൈൻഡ് അങ്ങ് എത്തപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അല്ലെ, നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പം എവിടെയാണ് എൻ്റെ ഈ എനർജി നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്, എന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ അവഗണിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്താ ഇല്ല എന്ന് പറയാൻ ഈ ഭയം എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ സ്വയം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല അല്ലേ, അത് നമ്മളോട് തന്നെയുള്ള ഒരു പരിചരണമാണ്. അപ്പം നമ്മളിപ്പോ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് വെക്കുക, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ വേറൊരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അത് കൂടുതലും ശൂന്യമാക്കത്തേ ഉള്ളൂ. കാര്യം നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കപ്പ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ കപ്പ് എം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്നവർക്കോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ എനർജി എന്ന് പറയുന്നത് പരിമിതമാണ് അല്ലെ. അപ്പൊ അത് എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ടല്ലേ ഉള്ളതല്ല, നമ്മളെ നിലനിർത്താനുള്ള എനർജി എപ്പോഴും നമ്മൾ സംഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് നമുക്ക് എനർജി ലോസ് വരുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കുക, അപ്പം നമുക്ക് വിശ്രമം വേണ്ട സമയമാണെങ്കിൽ ഇല്ല ഞാൻ ക്ഷീണിതനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം ഇല്ലേ. ഒരു റെസ്പെക്ട്ഫുൾ നോ നമുക്ക് ഉറപ്പായിട്ടും പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ മനസ്സും എന്റെ സന്തോഷവും പ്രധാനമാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പം മനസ്സിന്റെ ആരോഗ്യം തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളിപ്പം ഈ സൈക്കോളജിയോ കാര്യങ്ങളോ ഒക്കെ നോക്കുന്നവരായതുകൊണ്ട് അറിയാം, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണോ അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും. അപ്പൊ ആദ്യമൊന്നും ചിലപ്പോൾ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റണം എന്നില്ല, പക്ഷെ പോകെ പോകെ നമ്മളത് തിരിച്ചറിയണം. നമ്മളെ കൊണ്ട് പറ്റുന്ന ആക്ഷൻസ് നമ്മൾ ഉറപ്പായിട്ടും എടുക്കണം. അപ്പൊ നമ്മൾ എനർജി ഡ്രെയിൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് എനർജി ഡ്രെയിൻ ആവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യുന്നത്? ഇപ്പം എന്തെങ്കിലും ദൂരെ നിന്ന് വരുന്ന ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ നമ്മൾ മോശം എന്ന് കരുതുന്ന ആൾക്കാരൊക്കെയാണോ? പലപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. പലപ്പോഴും നമ്മളോടൊപ്പം ഉള്ളവർ തന്നെയാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ റിലേറ്റീവ്സ് ആകാം, നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ളവരാകാം ഇല്ലേ. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പരാതി പറയുന്നവര്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കാണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് ഇതൊക്കെ നമ്മളെ ഏൽപ്പിക്കുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനോ നമ്മുടെ മനസ്സിനോ ഒന്നും ഒരു വില കൊടുക്കാണ്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയും നീ ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, നീയും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഗിൽറ്റ് അന്നേരം. എന്നെ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെയാ ചെല്ലാണ്ടിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളുടെ എനർജീനെ ഡ്രെയിൻ ആക്കുന്നത്. അപ്പം ഇവരോട് നോ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും എന്താ നമ്മളോട് തന്നെ യെസ് പറയുന്നത് നമ്മൾ നിർത്തുന്നത്. കാര്യം നമുക്ക് വേറെ ആവശ്യങ്ങൾ കാണും, പക്ഷെ ആ പറച്ചിൽ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള നമ്മുടെ മനസ്സിലെ സ്നേഹം കൊണ്ടും ഒക്കെ പലപ്പോഴും നമ്മൾ അവരോട് നോ പറയാൻ പറ്റാണ്ടാകും. അപ്പൊ നമ്മള് കുറെ മുന്നേ നമ്മൾ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടീന്റെ അമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പൊ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മ ഭയങ്കര ഡെസ്പാണ്. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പറ്റി കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആള് പറയുന്നതെന്ന് വെച്ചാല്
പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് മൈൻഡ് അങ്ങ് ഭയങ്കര ബ്ലാങ്ക്, ഒന്നിനും ഒരു എനർജി ഇല്ല, ഒന്നിനും ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥ. അപ്പം സാധാരണഗതിയിൽ നമുക്ക് പിന്നെ വരുവാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോഴും കക്ഷി പറഞ്ഞതെന്ന് വെച്ചാൽ കക്ഷിക്ക് ജോലിയുണ്ട്, പക്ഷെ ഓഫീസിൽ ആശാട്ടി എല്ലാവരുടെയും ജോലിക്ക് ഹെൽപ്പ് ചെയ്യും. ആള് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. ഇനി നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഓക്കെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കും, എല്ലാവർക്കും വേണ്ടി ഓടും. ഇനി ഫോണിലാണെങ്കിലും ആൾ അവൈലബിൾ ആണ്. പക്ഷെ കക്ഷിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കക്ഷിക്കായിട്ട് ഒരു 10 മിനിറ്റ് പോലും മാറ്റി വെക്കാനായിട്ടില്ല. അപ്പം ആളുടെ സമയത്തോളം നല്ലൊരു പേഴ്സൺ ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സെൽഫ് നെഗ്ലക്ട് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു റെസ്പെക്ട് കക്ഷിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. ആളിനത് തിരിച്ചറിയാം. പലപ്പോഴും ആഗ്രഹവും ഉണ്ട് എന്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, പക്ഷെ നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആളിന്റെ പ്രശ്നം. അപ്പൊ കക്ഷിയുടെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ നമ്മുടെ എനർജി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്ട് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം, അല്ലെ? നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എം ടി ആയിപ്പോകും. അപ്പം എം ടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുകയില്ല, അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും ഇപ്പം അറിയാം നോ എന്ന് പറയണമെന്ന്, പക്ഷെ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് ആളിന് പറയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയല്ല, നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറയണം. ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കുറച്ച് ജോലിയുണ്ട്. അപ്പൊ നമ്മളിൽ വർക്കിങ്ങിന് പോകുന്ന എനിക്കൊന്ന് ലേഡീസ് ആണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയായിരിക്കും. നമ്മൾ മൺഡേ ടു സാറ്റർഡേ നമ്മൾ ശരിക്കും നമുക്ക് ഓഫീസ് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സൺഡേ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ എല്ലാവരും പറയുന്നത് അലക്കിടേ എന്ന് തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച ശരിക്കും ജോലിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല കല്യാണങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ആചാരമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, അയ്യോ നമുക്ക് ഇന്ന് സമയമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തെ എൻഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അത് നമ്മൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കാണ്ട് പലപ്പോഴും പറയുന്നത് അപ്പൊ ഒരുപക്ഷെ ജോലി ഉള്ളതിന്റെ ഒരു അഹങ്കാരമാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള നിലയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരിക്കലും വന്നിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ കാര്യങ്ങളെ കറക്റ്റായിട്ട് പറയാനും നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കാനും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താനും ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. കാര്യം നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകാനുള്ള ഒരു ബാധ്യത നമുക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ നോ എന്ന് പറയുന്നത് ഒരു കലയാണ്, അല്ലെ? അതുകൊണ്ടാണല്ലോ നമ്മൾ ദ ആർട്ട് ഓഫ് സേയിങ് നോ എന്ന് തന്നെ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമൊക്കെ അത് പറയുമ്പോൾ കുറച്ച് ഗിൽറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയാത്ത ഒരു കാര്യം പറയാൻ പഠിക്കുകയല്ലേ. പക്ഷെ അതിനപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു ഇന്നർ പീസ് വരുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. നമ്മൾ ആ നോ പറഞ്ഞത് കൊണ്ട് നമുക്കും നമ്മുടെ ചുറ്റിനുമുള്ളവർക്കും നമുക്ക് എന്തോരം ആശ്വാസം കൊടുക്കാനാ പറ്റിയെന്ന്. ചിലപ്പോൾ നമ്മൾ പലരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുമ്പം നമ്മുടെ മക്കൾക്ക് പോലും ചിലപ്പോൾ കറക്റ്റായിട്ട് സമയം കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഒരു ഗിൽറ്റും ഇല്ലാണ്ട് നമ്മളിൽ ചില കാര്യങ്ങളിൽ ഉറപ്പായിട്ടും നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ ചെയ്യണം. കാര്യം നമ്മൾ ഒരിക്കലും നല്ല ആളാകുന്നത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാവരുത്. അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ എനർജിയും ഒക്കെ ആദരിച്ചുകൊണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതലെങ്കിലും നമുക്ക് നമ്മളോട് കുറ്റബോധമില്ലാതെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോ എന്ന് പറയാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പം ഈ നോ പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ബൗണ്ടറീസിനെ നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലെ? നമുക്ക് എപ്പോഴായാലും ഒരു ബൗണ്ടറി വേണമല്ലോ. അപ്പൊ ഈ ഇമോഷണൽ ബൗണ്ടറി എന്ന് വെച്ചാൽ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടോ? ഇമോഷണൽ ബൗണ്ടറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടില്ലേ, ചിലര് പറയും ഓ എനിക്കത് ശരിക്കും അങ്ങ് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ഓ എനിക്കങ്ങ് എന്റെ കാര്യം പോലെ തന്നെ തോന്നി, ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് ഒരു തരത്തിൽ നമുക്ക് നല്ലൊരു ശീലമാണോ എന്ന് ചോദിച്ചാലാണ്. വേറൊരാളുടെ ഫീലിങ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ആ മനസ്സിലാക്കാൻ പറ്റുന്നതിന് ഒരു ബൗണ്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പ്രശ്നമാകും. എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ വികാരങ്ങളെയും
നമ്മളുടെ വികാരങ്ങളെയും നമുക്ക് വേർതിരിച്ച് നിർത്താൻ പറ്റണം. അപ്പൊ അങ്ങനെ തിരിച്ചു നിർത്താൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തന്നെ നിലനിൽപ്പ് പ്രശ്നത്തിലേക്ക് വരും. അതായത് ചിലപ്പോൾ ഇപ്പോൾ ഒരാളുടെ മൂഡ്, നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്, അപ്പം നമുക്ക് അയാളുടെ മൂഡ് ഒരിക്കലും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പൊ അയാളുടെ മൂഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം വേണം എന്ന് പറയേണ്ടി വരരുത്. അതുപോലെ വേറൊരാളുടെ പ്രശ്നത്തിൽ നമുക്ക് കേൾക്കാം, പക്ഷെ അതൊരിക്കലും നമ്മൾ ക്യാരി ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ പ്രശ്നം പറയാൻ വന്നിരിക്കുന്ന ഒരാളിനെ കേട്ടിട്ട് ആൾക്ക് സപ്പോർട്ട് കൊടുക്കാനല്ലേ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അവരുടെ പ്രശ്നം കേട്ടിട്ട് അവരെക്കാട്ടി കൂടുതൽ നമ്മളാണ് ഇമോഷണലി ആകുന്നെന്നുണ്ടെങ്കിലോ, അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനായിട്ട് പറ്റണം, പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ ക്യാരി ചെയ്യരുത് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ എമ്പതി വേണം നമുക്ക്, പക്ഷെ ഓവർ ഇൻവോൾവ്മെന്റ് നമുക്ക് പറ്റില്ല. അപ്പൊ ഈ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു മതിൽ എന്നുള്ള രീതിയിലല്ല, ഒരു ഫിൽറ്റർ എന്നുള്ള രീതിയിലാണ്. കാര്യങ്ങളെ എവിടെ വരെ ഏത് വേണം എവിടെ വരെ വേണം എന്നുള്ള രീതിയിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അതായത് നമ്മൾ ഒരിക്കലും ഇത് മറ്റുള്ളവരോടൊരു ദൂരം വയ്ക്കുമല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ലിമിറ്റേഷൻസ് ഉള്ള വ്യക്തിയാണ് എന്ന് എനിക്ക് തിരിച്ചറിയണം. അപ്പം എനിക്ക് എന്ത് വരെ സഹിക്കാം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് ഒരു കാര്യത്തെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ എനർജി, എൻ്റെ സമയം, എൻ്റെ മനസ്സ് ഇവയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ എനിക്കൊരു ലിമിറ്റ് വേണം, എനിക്ക് ഇത്ര വരെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവയർനെസ് ഉറപ്പായിട്ട് നമുക്ക് വേണം. അപ്പം അതുകൊണ്ട് തന്നെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഒരു മതിലെന്നുള്ളതിനപ്പുറം നമുക്കൊരു സുരക്ഷിത വലയമാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമുക്കിപ്പം വീടാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും അറിയില്ലേ, ബൗണ്ടറി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ കേസിൽ ബൗണ്ടറി ഇല്ലാത്ത ആളുകൾ എന്ത് പറ്റുന്ന വെച്ചാൽ എല്ലാം പേഴ്സണൽ ആയിട്ട് എടുക്കും. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അവർ യെസ് പറയേണ്ടി വരും. അത് മനസ്സിൽ ഇപ്പൊ ഗിൽറ്റ് ആയിക്കൊണ്ട് തന്നെ അവർ തീരുമാനങ്ങൾ എടുക്കും. ഇമോഷണലി അങ്ങ് ഡ്രെയിൻഡ് ആകും. അപ്പം പലരും പറയത്തില്ലേ, എനിക്ക് ഒരു റീസണും ഇല്ലാതെ ഞാൻ അങ്ങ് ടയേർഡാണ്, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്ച്വലി അത് ഒരു റീസണും ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ബൗണ്ടറിനെ ചെയ്യാൻ പറ്റാണ്ട് ആ ബൗണ്ടറി ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഈ ഒരു ടയേർഡ് ആവുന്നത്. കാര്യം അവിടെ നമ്മളെ സംബന്ധിച്ചോളം കുറച്ച് അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻസ് വരും ഇല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കിപ്പം പലപ്പോഴായിട്ട് പല ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് പുറത്ത് പറയാൻ പറ്റാണ്ടും പരിഹരിക്കാൻ പറ്റാണ്ടും ഒക്കെ നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫീലിങ്സ് എല്ലാം കൂടെ ഒന്നിച്ച് രൂപപ്പെടുന്ന ഒരവസ്ഥയാണ്. അതെങ്ങനെയാ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല തവണ ഹർട്ടായിട്ടുണ്ടാവും, പക്ഷെ എന്നിട്ട് പോലും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഫീൽ ആയി എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ദേഷ്യമോ നമുക്ക് ദുഃഖമോ ഡിസപ്പോയിന്റ്മെന്റോ ഇതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മളിങ്ങനെ അടക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം സഹിച്ചങ്ങ് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രീഡം ഇതാണെന്നൊന്നും പറയാണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങ് സഹിക്കുക, അല്ലെ മറ്റുള്ളവരെ അങ്ങ് മനസ്സിലാക്കുന്നത് പോലെ സത്യത്തെ അത് ഭാവിക്കുകയാണ്. അവർക്കും അറിയില്ല നമുക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇരുന്ന് കഴിയുമ്പം എപ്പോഴെങ്കിലുമൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളങ്ങ് ഓവർ റിയാക്ഷൻ ആവും. പക്ഷെ ഇത് ചെറിയ കാര്യമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഫീലിങ്സ് ആണ് എന്നുള്ളത് ഒരാൾക്കും മനസ്സിലാവില്ല. പിന്നെ ഇതൊരു ആങ്സൈറ്റി ആയിട്ടും ഇറിറ്റേഷൻ ആയിട്ടും ഇല്ലേ, നമുക്ക് ഒരു കാരണവും ഇല്ലാത്ത സങ്കടമായിട്ടും ഒക്കെ മാറും. അപ്പൊ അതൊന്നും നമുക്ക് ഇപ്പം വന്ന പ്രശ്നങ്ങൾ കൊണ്ടല്ല, നമ്മൾ ഇങ്ങനെ മുന്നേ അടക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാണ്ടുള്ള നമ്മുടെ ഈ വികാരങ്ങളൊക്കെ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ കൗൺസിലിങ്ങിൽ തന്നെ പറയാറില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെ അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒരിക്കലും നമ്മളിൽ നിന്ന് പോകൂല. പകരം എന്ത് പറ്റും, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇങ്ങനെ സൂക്ഷിക്കപ്പെടും. എപ്പോഴാണോ ഇതിന് പുറത്തു പോകാനായിട്ട് ഒരു അവസരം വരുന്നത്, അപ്പൊ ഇത് ഉറപ്പായിട്ടും പുറത്തു പോവുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലും നമ്മുടെ ഫീലിങ്സിനെയൊക്കെ അക്നോളജ് ചെയ്യുന്നതും നമ്മുടെ സെൽഫ് കെയർ ആണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കെയർ എന്നാ അല്ലേ. അപ്പൊ ഈ ബൗണ്ടറീസിനെ നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമുക്ക് എങ്ങനെ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യാം എന്നുള്ളതില്? എനി ഐഡിയ? നമുക്ക് ഫോൺ കോൾ വരിക, നമ്മൾ ധൃതിയിലിരിക്കുക, നമ്മൾ എന്താ പറയാ അർജന്റ് ആയിട്ടൊരു കാര്യത്തിൽ ഇരിക്കുകയാണ്, നമുക്കൊരു ഫോൺ കോൾ വരുന്നു, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമുക്കറിയാം. നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ആ കാൾ എടുക്കാണ്ടിരിക്കാം
അല്ലേ? അപ്പം നമ്മൾ കുറച്ച് ജോലിക്ക് പോകുന്നവരാണെന്നും ആ ജോലിയുള്ള സമയത്ത് നമുക്ക് അവിടെ ജോലി ഉണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞാലല്ലേ വേറൊരാൾ അറിയത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കോഴ്സിനെ നമുക്ക് അല്ലാണ്ട് ഒരു റിക്വസ്റ്റ് വരുവാണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം, നമുക്കത് പൊളൈറ്റ്ലി നമുക്കതിനെ ഡിക്ലൈൻ ചെയ്യാം, അല്ലേ? നമുക്കിപ്പോൾ പറ്റുന്നില്ല, നമുക്കിത് ജോലി ഉണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടയേർഡാണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ചില സമയത്ത് ആവശ്യമില്ലാത്ത സമയത്ത് ഒന്നുമില്ല നമുക്കങ്ങ് സൈലന്റ് ആകാം, എല്ലാ കാര്യത്തിലും നമ്മൾ മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഈ എടുക്കുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് ആണ് നമുക്ക് വലിയ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പം ഇതൊന്നും സെൽഫിഷ് അല്ല, നമ്മളൊരു മെന്റൽ ഹൈജീൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പം ഈ സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ടൈം ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലിമിറ്റ്, അതായത് ക്ലിയർ ആയിട്ട് നമുക്ക് ബൗണ്ടറീസ് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ലിമിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണം, നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരുടെ ഇമോഷൻസിനെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ഓവർ റെസ്പോൺസിബിൾ ആകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ഇങ്ങനെ ഓവർ ഗീവർ ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പാണ് എൻ്റെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നത്, അപ്പൊ എവിടെയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ എവിടെയൊക്കെയാണ് നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടത്, ഏതാണ് യെസ് പറയേണ്ടത്, ഏതാണ് നോ പറയേണ്ടത്, എല്ലാം നമുക്ക് നോ പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവും, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റണം. അപ്പം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അതൊരു ലക്ഷറി അല്ല, അതൊരു നെസസിറ്റി ആണ് എന്നുള്ളത് ആദ്യം തോന്നേണ്ടത് ആർക്കാ? നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എന്താണോ കറക്റ്റ് ആയിട്ടുള്ളത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ഫോക്കസ് ഓൺ വാട്ട് ട്രൂലി മാറ്റേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ തന്നെ പറയത്തില്ലേ പലപ്പോഴും, സമയം കിട്ടിയില്ല, ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. സത്യത്തിൽ നമ്മുടെ പ്രശ്നം സമയമില്ലാത്തതല്ല, നമുക്ക് ഫോക്കസ് തെറ്റിയതാ. എന്ന് വെച്ചാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇത് പറയുമ്പോൾ നമ്മളോട് തന്നെ പലരും പറയില്ലേ, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ നമുക്ക് ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതിനെയാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള ഐഡിയ നമുക്ക് ഇല്ലാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ ഫോക്കസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തോ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോർ ഏരിയയിൽ നിന്ന് നമ്മളങ്ങ് പോകും. അപ്പൊ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലോട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്കോ അർജൻസി ഇല്ലാത്ത കാര്യങ്ങളിലേക്കോ അല്ലെ വാല്യൂ ഇല്ലാത്തതിലേക്കോ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ എല്ലാം ചെയ്യാനുള്ള ഒരു പ്രഷറിൽ ഇങ്ങനെ ഓടി നടന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. അതുകൊണ്ട് ഇപ്പം വാട്ട് ട്രൂലി മാറ്റേഴ്സ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പലർക്കും ഡിഫറെന്റ് ആയിരിക്കും, ഇല്ലേ? ഇപ്പൊ സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു മെന്റൽ പീസ് അത് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ആരോഗ്യം, അല്ലേ? നമ്മുടെ വാല്യൂസിനോടൊക്കെ അലൈൻഡ് ആയിട്ടുള്ള ജീവിതം, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുത്തുകൊണ്ട് നമ്മൾ അതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാ കാര്യങ്ങളും. അപ്പൊ എനിക്ക് അതിനൊരു എക്സാമ്പിൾ തോന്നിയെന്ന് വെച്ചാൽ, ഫോക്കസ് പറയുമ്പോൾ നമ്മൾ വിമ്പിളിൽ വന്നപ്പം നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മുടെ അടുത്ത് സാറ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ നിഷ് ഏരിയ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. നമ്മളിങ്ങനെ ടോപ്പിക്കൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഓടി നടന്ന് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഈ നിഷ് ഏരിയ ഏതാണെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു കോർ ഏരിയ കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ ഫോക്കസ് മൊത്തം അതിലേക്കായി. അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. മറ്റേ നമ്മൾ അങ്ങനെയല്ല, നമുക്കറിയത്തില്ല ഇത് എവിടെയാ തുടങ്ങണ്ടേ, ഇത് എവിടെയാ നിർത്തേണ്ടതെന്നൊന്നും. അപ്പൊ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണെങ്കിലും, അത് ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഫോക്കസിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ എല്ലാത്തിനോടും ഒന്നും നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളതിനോട് മാത്രം നമ്മൾ റിയാക്ട് ചെയ്യുക, അല്ലെ? അല്ലെങ്കിൽ ഈ മൾട്ടി ടാസ്കിങ് കഴിവതും ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോക്കസ് കുറച്ചും കൂടി അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുക, ഇന്ന് ഞാൻ ചെയ്തത് എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉള്ള കാര്യമാണോ, അല്ല ഇതെന്റെ ലൈഫിൽ അല്ലെ എന്റെ ഫ്യൂച്ചറിൽ എന്റെ കരിയറിൽ അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഗുണം ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത്. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് ആ ഫോക്കസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും.
അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മുടെ എനർജി, നമ്മൾ എവിടെയാണ് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര ശതമാനം കാര്യങ്ങളാണ് ട്രൂലി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ എനിക്ക് ചെറിയ ഒരു ഷിഫ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. കാര്യം ഒരിക്കലും ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. നമുക്ക് യഥാർത്ഥത്തിൽ വിലപ്പെട്ടത് എന്താണോ, നമ്മളോടൊപ്പം നിൽക്കുന്നവർക്കും ഇപ്പൊ നമ്മുടെ സമയം നമ്മുടെ അത്രയും മീനിങ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റാ. അപ്പൊ പല സ്ഥലത്ത് നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മുടെ സമയം ആവശ്യപ്പെടുന്നവർക്ക് പോലും നമുക്കത് കൊടുക്കാൻ പറ്റാണ്ട് വരും. അപ്പൊ ഇനി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അതിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്കതിനെ മീനിങ്ലെസ് ആക്കുന്നതിന് പകരം നമ്മൾ വ്യക്തതയോടുകൂടി കാര്യങ്ങളെ നമ്മൾ ചൂസ് ചെയ്യുക, അല്ലേ? അതായത് ഡിസ്ട്രാക്ഷൻ അപ്പുറത്തേക്ക് കുറച്ച് ഡീപ്പിലേക്ക് ഓരോ കാര്യങ്ങളിലേക്കും പോകാൻ കഴിയുക. എന്നിട്ട് എന്താണോ നമുക്ക് യഥാർത്ഥത്തിൽ വിലപ്പെട്ടത് അതിനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. ഇതിനൊക്കെ സമയം കണ്ടെത്തണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ട് ഇരിക്കാൻ ഇത്തിരി സമയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ എല്ലാ കാര്യത്തിനും ഓടി നടക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ നമുക്കൊരിക്കലും സമയം കാണത്തില്ല. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കുറെ കാര്യങ്ങൾ കേട്ട്, അല്ലേ? അപ്പൊ കുറെ ചിന്തകളൊക്കെ നമുക്ക് വന്നു. അതിൽ ചിലതൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് തോന്നി, ചിലതൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ എങ്ങനെ നടക്കാന്, നമ്മൾ കുറച്ച് അസ്വസ്ഥരൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇനവിറ്റബിൾ ആണെന്ന് നമുക്കറിയാം. ആ ചേഞ്ച് നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരിത്തിരി അസ്വസ്ഥതയും നമ്മുടെ കംഫർട്ട് സോൺ ഇത്തിരി ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളിൽ ആ ചേഞ്ച് വരുവുള്ളൂ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് വളരാനും എടുക്കാനും ഒക്കെയുള്ള സമയമാണെങ്കിൽ ആ അസ്വസ്ഥത സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അപ്പം നമ്മളിപ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ഷീണിച്ചു പോകും. അത് നമ്മൾ ദുർബലരായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി തോറ്റുപോകും. അതൊന്നും നമ്മുടെ പരാജയമല്ല. പക്ഷെ നമുക്ക് ബൗണ്ടറീസ് വേണമെന്നും നമ്മൾക്ക് സെൽഫ് വർത്ത് വേണമെന്നും നമ്മൾ ആലോചിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. അപ്പൊ നമുക്ക് ലിമിറ്റ്സ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. ചിലപ്പം കഴിഞ്ഞ സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും പറ്റി കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടു മുന്നേ ചെയ്ത ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ അന്നത്തെ നമ്മുടെ അറിവിലും അന്നത്തെ നമ്മുടെ ശക്തിയിലും അന്നത്തെ നമ്മുടെ അവസ്ഥയിലും ഒക്കെ എടുത്ത തീരുമാനങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ പിന്നോട്ട് പോയിട്ട് അതിനെ നോക്കി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇല്ലേ? അന്ന് എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ ചെയ്തതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറണം. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ എല്ലാം കൂടി ഒന്നും നമുക്ക് ഒറ്റയ്ക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല, ഒറ്റയടിക്ക്. അപ്പം നമ്മൾ ഒരു നോ പറയാൻ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിന് മുന്നേ നമുക്കൊന്ന് പോസ് ചെയ്യാനായിട്ട് പറ്റണം. ഇല്ലെങ്കിൽ ഒരു ഡീപ് ബ്രീത്ത് എടുക്കണം. അല്ലെങ്കിൽ ഒരാളിനെയെങ്കിലും പ്ലീസ് ചെയ്യിക്കുന്നത് നമ്മളൊന്ന് കുറയ്ക്കണം. അപ്പൊ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. കാര്യം ഒരിക്കലും നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നത് അത് ലൗഡല്ല, അല്ലെ? ശബ്ദമുള്ള ഒരു പ്രക്രിയ അല്ല. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു മാറ്റമാണ്. അപ്പം നമുക്ക് നമ്മളെ സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു അനുവാദം നമ്മൾ തന്നെ കൊടുക്കണം. അത് വേറെ ആരും നമുക്ക് വേണ്ടി കൊണ്ടുതരത്തില്ല. നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സൈലൻസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പീസ് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ അതെന്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. എപ്പോഴും നമ്മൾ എവിടെയും അങ്ങ് അവൈലബിൾ ആകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാരെയും മനസ്സിലാക്കാനും എല്ലാരെയും സന്തോഷിപ്പിക്കാനും ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മുടെ ഫീലിങ്സ് വാലിഡ് ആണെന്ന് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ എനിക്കത് ഒരാളിനോട് ഫ്രീ ആയിട്ട് ചോദിക്കാനായിട്ട് പറ്റണം, അല്ലേ? അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഞാനിപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ നോ പറയുന്നതുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് പലതും ഇല്ലാതാക്കുന്ന, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയില്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് വേണ്ടി കുറച്ചും കൂടെ ജാഗ്രതയോടുകൂടി ഇരിക്കാനും, അല്ലെ, നമ്മുടെ ആവശ്യങ്ങളോട് കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്താനും ഒക്കെ നമുക്ക് കഴിയണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് അർത്ഥം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇല്ല എന്നുള്ള ഒരു വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഉപകരണമാണ്. അപ്പൊ ഏത് വേണം, ഏത് വേണ്ട, എവിടെ വരെ പോകണം എന്നൊക്കെയുള്ള കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് പലപ്പോഴും
നമ്മുടേതായ ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ പറയാറുണ്ട്, ഇപ്പം നമുക്ക് ജയലളിത അല്ലെ, മുൻ മുഖ്യമന്ത്രി, തമിഴ്നാട് നമുക്കറിയാം. ആള് ഭയങ്കര പവർഫുൾ ആണ്, ഡിസിഷൻസ് ഓക്കെയാണ്, ഒത്തിരിയും എന്താ സെറ്റ് ബാക്സിൽ നിന്നൊക്കെ കയറി വന്നതാണ്. പക്ഷെ പീപ്പിളിനെ സെലക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പലരോടും എവിടേക്കോ നോ പറയാൻ പറ്റാണ്ട് വന്നപ്പോഴത്തേക്കും ഒത്തിരിയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മള് ഒരു യന്ത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത ഒരു എനർജി സോഴ്സ് ഒന്നുമല്ല. നമ്മള് പരിമിതികളും അതിരുകളും ഒക്കെയുള്ള മനുഷ്യരാണെന്നും, അപ്പൊ നമുക്കും അതിരുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അതായത് സെയിങ് നോ ഡസൻ മേക്ക് യു വീക്ക് അല്ലെ, ഡസൻ മേക്ക് യു സെൽഫിഷ്, ഇറ്റ് മേക്സ് യു സ്ട്രോങ്, ഇറ്റ് മേക്സ് യു വൈസ്. കുറച്ചെങ്കിലും കാര്യങ്ങളിൽ എല്ലാവരിലേക്കും എത്തിയെന്ന് കരുതുകയാണ്. ഇനി എന്തെങ്കിലും കുറച്ച് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയും അനുഭവങ്ങൾ ഉള്ളവരുണ്ടാകും, അവരുടെ അനുഭവങ്ങളെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സെഷൻ എല്ലാവരുടെയും അഭിപ്രായത്തിന് വേണ്ടി നിർത്തുകയാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. ഒരുപാട് പേരോട് അങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ അങ്ങോട്ട് കഴിയൂല. അത് ഒരു വട്ടം നമ്മൾ സെറ്റ് ചെയ്താലും പിന്നെയും അടുത്തത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നമ്മൾ തന്നെ അത് മാറ്റി കുറിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകലുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, പക്ഷെ നമ്മൾ ബോധപൂർവം വിചാരിക്കണം, ഇന്റൻഷനലി തന്നെ വിചാരിച്ചാലേ നമുക്കത് പറ്റുള്ളൂ. കാര്യം ഞാൻ ഈ ടോപ്പിക് എടുത്തത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളത് മനഃപൂർവ്വം സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ചെയ്യും. പക്ഷെ പിന്നെ കുറച്ചുകൂടെ നാള് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ ഒരു അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തും. അതാണ് സംഭവിക്കുന്നത്, എന്റെ അനുഭവം കേട്ടോ. അല്ല, മിക്കവർക്കും അങ്ങനെയുണ്ട്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു സെഷനായിരുന്നു മാം. മാമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു IT ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മൾ ഈ ഓഫീസിൽ ക്രിട്ടിക്കൽ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാനും ഒരു IT പ്രൊഫഷണലാണ്. ഈ ക്രിട്ടിക്കൽ റിസോഴ്സ് എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ടീമിൽ ജോയിൻ ചെയ്യും. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അപ്രീസിയേഷൻ എല്ലാം കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, എക്സ്റ്റെൻഡഡ് അവേഴ്സൊക്കെ വർക്ക് ചെയ്യും. ആരെന്ത് വന്ന് ചോദിച്ചാലും ചെയ്തു കൊടുക്കും. അപ്പോൾ നമുക്ക് അത് തുടക്കത്തിൽ ഭയങ്കര അപ്രീസിയേഷനും റെക്കഗ്നീഷനൊക്കെ ആയിരിക്കും. അത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. ബട്ട് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമുക്ക് മനസ്സിലാവും ഇതൊരു ലേബലിംഗ് ആണെന്ന്. അല്ലെ, വീക്കെൻഡിലൊരു ഇഷ്യൂ വന്നാൽ നമ്മളെ വിളിക്കുക, ഹോളിഡേയ്സ് എടുക്കാൻ പറ്റില്ല, വെക്കേഷൻ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മളില്ലാതെ അത് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അവിടെ തുടക്കത്തിലേ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കൂടുതലും വർക്കിനായിട്ട് ഈവൻ ഗ്രോസറി ഷോപ്പിൽ പോകുമ്പം, ഈവൻ റെസ്റ്റ് റൂമിൽ പോകുമ്പോഴും ലാപ്ടോപ്പും കൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണത്. എനിക്കൊന്ന് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ തന്നെ, നമ്മൾ തുടക്കത്തിൽ ഇത് എൻജോയ് ചെയ്യും, ഈ പറയുന്ന നോ പറയാതിരിക്കുക എന്നുള്ളത്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഡ്രെയിൻഡ് ഔട്ടായിട്ട് മാറും. നമുക്കും സമയം ഉണ്ടാവില്ല. അപ്പം തുടക്കത്തിൽ നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ള സമയത്തായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ലതായിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് സാമ്പത്തികം മോശമാവേ, നമ്മുടെ സമയം കുറേയൊക്കെ ചെയ്തിട്ട് നമ്മൾ നോ പറയാൻ തുടങ്ങുമ്പോൾ ആളുകൾ വിചാരിക്കും അവനിപ്പം ഭയങ്കര അഹങ്കാരമായി, അല്ലേ, അവനവൻ്റെ കാര്യം നോക്കാൻ തുടങ്ങിയെന്ന്. അപ്പം നമ്മൾ ആദ്യമേ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഈ റിയലൈസേഷൻ വരെ നമ്മൾ ജീവിച്ച് കുറേ മുന്നോട്ട് പോയിട്ടാണ്. എന്തായാലും നല്ല സെഷനായിരുന്നു, നന്നായിട്ട് തന്നെ പറഞ്ഞു. ഇൻട്രോ പറഞ്ഞ സജിന മാമും നന്നായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു ബോത്ത്. താങ്ക് യു സർ. താങ്ക് യു. ബാക്കിയുള്ളവര് ഒന്ന് ഫീഡ്ബാക്ക് പറയാം, ആഡ് ഓൺ ചെയ്യാം.
ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് സർ. എനിക്ക് ഫുള്ളി ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ട്രാവലിംഗ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഫുള്ളി കേട്ടില്ല. ബട്ട് സ്റ്റിൽ ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കുറച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത് നോ എവിടെ പറയേണ്ടത് എന്നുള്ളത് പഠിച്ചിരിക്കണം. നോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലോയിറ്റേഷൻ ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ നോ പറയാതിരിക്കുമ്പോ മെയിൻലി നമ്മുടെ ടെൻഡൻസി എന്താണ്, ഒരാളിനെ പ്ലീസ് ചെയ്യാനായിരിക്കും നമ്മുടെ ടെൻഡൻസി വരിക. പിന്നെ നമുക്ക് അതിൽ നിന്ന് വിക്ടിം ആയി പോവും, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരിക്കും കൂടുതൽ. സോ ആ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ അവിടെ നിന്ന് നോ പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റാതെ ട്രാപ്പ് ആയി പോവും. സോ അതുകൊണ്ട് വേണ്ട സ്ഥലത്ത് ഈ നോ പറയണത് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് മസ്റ്റാണ്. സോ മാം, ഞാൻ പറഞ്ഞ മാം കുറച്ചൊക്കെ അവിടെ ഇവിടെയും കേട്ടു. നല്ല രീതിയിൽ മാം ക്ലാസ് എടുത്തു. എല്ലാവരും നമ്മൾ നോ വേണ്ട സ്ഥലത്ത് നോന്ന് പറയാൻ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. എനിവേ താങ്ക് യു വെരി മച്ച്. സജ്ജന മാം, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഡെഫിനറ്റ്ലി റെക്കോർഡിംഗ് കേട്ടിട്ട് മാമിന് എന്താണ് എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഡെഫിനറ്റ്ലി പറയാം. എനിവേ സജ്ജന മാം നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് എനിക്ക്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഹലോ. ഹലോ, പറയൂ. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഓക്കെ സർ. സിന്ധു മാം ആൻഡ് സിസ്റ്റർ മാം, ഇൻട്രോ അതിന്റെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മളുടെ കൂട്ടത്തിൽ ഒരാള് ഒരു ടോപ്പിക് നോ എന്ന് പറയേണ്ടടുത്ത് നോ നമ്മൾ പറഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു തോട്ട് പലപ്പോഴും നമ്മൾക്ക് അറിയാമെങ്കിൽ കൂടി അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ തന്നെ മുന്നിലേക്ക് നിൽക്കണം എന്നുള്ളതാണ്. അത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മളൊന്ന് പിന്നോക്കം നിൽക്കും. ചിലപ്പോ ആ ഒരു വ്യക്തിയുമായിട്ട് ഇന്ത്യയിലെ നമ്മൾക്കൊരു ബന്ധം, അടുപ്പം കൂടുതൽ ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ മടിച്ചിരിക്കും. പക്ഷെ ഇന്ന് സിന്ധു മാമിന്റെ ഈ ഒരു സെഷനിൽ നമ്മൾക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ പ്രവൃത്തികളിലും എവിടെ നോ പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണമെന്നുള്ളത് നമ്മൾ ഒന്നും കൂടി മാം ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു മാം, ആ ഒരു ഓർമ്മപ്പെടുത്തലിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. പിന്നെ ഞാൻ ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോ അഗൈൻ ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് കണക്ട് ചെയ്യാണ്. പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഗേൾസ് ആയിട്ട് വിക്ടിം ആവാനുള്ള കാരണം ഈ നോ പറയാൻ അറിയാത്ത കൊണ്ടാണ്. അവിടെ പ്ലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ആ പ്ലീസിങ്ങിന്റെ തോട്ട് പ്രോസസ്സ് നമ്മൾ മാറ്റിയെടുക്കണം. പ്രത്യേകിച്ചിട്ട് ഗേൾസ്, കുട്ടികള്, ഇവർക്കൊക്കെ നോ പറയാൻ പഠിപ്പിക്കണം. അതേ രീതിയിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫുഡ് ഓഫർ ചെയ്യായിരിക്കും. ആ ട്രാവൽ ചെയ്യുന്ന സമയത്തും കുട്ടികളുടെ അടുത്ത് ചെറുപ്പത്തൊട്ട് തന്നെ നോ എന്നുള്ള രീതി വേർഡ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അത് പറയണത് കൊണ്ട് എത്ര സേഫ് ആണ് അവര് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കണം എന്നുള്ളത്, പഠിപ്പിച്ചിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. ബിക്കോസ് നമ്മൾ ഈ പോക്സോ കേസുകളിലൊക്കെ കാണുന്നത് കുട്ടികൾക്ക് ഈ നോന്ന് പറയാൻ അറിയാത്ത കൊണ്ടാണ്. എന്ത് ഓഫർ ചെയ്യുമ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാണ്. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ ഡ്രഗ്സിലേക്ക് പോകുന്നത്, ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ തന്നെ നോന്ന് പറയാൻ അറിയാത്ത കൊണ്ടാണ്. സോ മസ്റ്റായിട്ട് നമ്മുടെ കുട്ടികളിന് നോ പറയാൻ പഠിപ്പിക്കണം. എവിടെ വിളിച്ചാലും പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതും
ലിമിറ്റ് എന്താണ്. മാം പറഞ്ഞ ഒരു വേർഡ്, ആ ഒരു പോർഷൻ ഞാൻ കേട്ടു, ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത്. മസ്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനും പഠിപ്പിക്കണം. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഈ നോ പറയണത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ്. ഓക്കെ മാം. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ, ആഡ് ഓൺ ചെയ്യുന്നുണ്ടോ, ഫീഡ്ബാക്ക് പറയുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് മനുഷ്യന്മാരാണ്. അപ്പോ മനുഷ്യന്മാർക്ക് മനുഷ്യരുമായിട്ട് സംവദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ എത്രയോ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, കാണുന്നു, ഇടപഴകുന്നു. അപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയാനും സംവദിക്കാനും സംസാരിക്കാനും ഇടപഴകാനും കഴിയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ ടോപ്പിക് പറഞ്ഞതുപോലെ തന്നെ ദ ആർട്ട് ഓഫ് സേയിങ് നോ എന്നുള്ളതാണ്. നോ പറയാൻ പഠിക്കുക എന്നതിനേക്കാൾ അപ്പുറം നോ മനോഹരമായിട്ട് പറയാൻ പറ്റണം. നോ മനോഹരമായിട്ട്, നോ പറയാൻ എല്ലാവർക്കും പറ്റും. ഒരാൾ വന്നു കഴിഞ്ഞാൽ നോ എനിക്ക് പറ്റൂല എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അത് പറയുന്നത് പോലെ പറയണം എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവർ ഹർട്ട് ചെയ്യാത്തതുപോലെ, അതല്ലെങ്കിൽ അവർക്കത് തിരിച്ചറിയുന്നത് പോലെ സന്ദർഭങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമ്മൾ നോ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ, ചില സമയത്ത് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടാൻ പോലും ഈ നോ പറയുന്നത് കൊണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നോ പറയാൻ പറ്റണം. അപ്പോൾ അത് നമ്മൾ പറയാൻ പരിശീലിക്കുക തന്നെ വേണം. ആദ്യമായിട്ട് ഇങ്ങനെ നോ പറയാൻ പറ്റും എന്നുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത്. നോ പറയാനൊക്കെ നമുക്ക് പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾക്ക് നോ പറയാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോ ആ നോ പറയാനുള്ള ഒരു അവയർനെസ് നമ്മൾ രൂപപ്പെടുത്തുക, നോ പറയാൻ പതിയെ പതിയെ നമ്മൾ പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മൾ പഠിച്ച് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഈ ഒരു വെബിനാറിലൂടെ സിന്ധു മാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ പറയുകയും പ്രാക്ടീസ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ മനോഹരമായിട്ട് നമുക്ക് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അത്തരത്തിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും, പുതിയ ബന്ധങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. ഞാൻ സാധാരണ ക്ലാസ്സിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് പുതിയ കോണ്ടാക്റ്റുകൾ നമ്മളുടെ മൊബൈൽ ഫോണുകളിലേക്ക് നമുക്ക് വരണം. പുതിയ ആളുകളെ നമ്മൾ നന്നായി പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് പുതിയ കോണ്ടാക്റ്റുകൾ നമുക്കുണ്ടാവുക. പഴയ കോണ്ടാക്റ്റുകളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അത്തരത്തിൽ പുതിയ പുതിയ മനുഷ്യന്മാരുമായിട്ട്, മനുഷ്യ ജീവിതങ്ങളുമായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്താനും അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമായി അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കുക. നമ്മളുടെ ജീവിതത്തിൽ തന്നെ നിന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ അസ്തമിച്ചു പോവുക എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മനുഷ്യന്മാരിലേക്കും നമുക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും അവരുടെ ഹൃദയത്തെ തൊടാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, അതിന് ഒരു മനോഹാരിത ഉണ്ടാകുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. സംസാരിക്കാനുള്ള സ്കില്ലുകൾ, അതേപോലെ തന്നെ ലൈഫ് സ്കില്ലുകൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട സ്കില്ലുകളെല്ലാം പതിയെ പതിയെ നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ നേടിയെടുത്തുകൊണ്ട് നമുക്ക് മനോഹരമായിട്ട് മറ്റുള്ള മനുഷ്യന്മാരിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നും, എഴുന്നേൽക്കാൻ തോന്നും. പുതിയ ദിവസങ്ങളെ, പുതിയ ടാസ്കുകളെ
പുതിയ ഉത്തരവാദിത്തങ്ങളെ നമുക്ക് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമ്മൾ എന്നും നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മളെ എംപവർ ചെയ്യുക, നമ്മളെ ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് എവിടെയാണോ പറ്റുക, നമ്മുടെ അപാകതകൾ എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു വർഷം വരുമ്പോഴേക്കും നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും നോട്ടങ്ങളിലും നമ്മുടെ ഭാഷ, പ്രയോഗം, വേഷം, ഇങ്ങനെ തുടങ്ങി നമ്മൾ നന്നാക്കിയെടുക്കേണ്ട, മനോഹരമാക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ഒരു മനുഷ്യന് ഉയരാൻ കഴിഞ്ഞാൽ ഏറ്റവും അതിന്റെ ഉന്നതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്നാൽ താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമാകാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് തന്നെ ചില ക്യാമ്പയിനുകൾ ഉണ്ടാകണം, നമ്മളെ നന്നാക്കാനുള്ള ചില ക്യാമ്പയിനുകൾ. അപ്പൊ അത്തരം ക്യാമ്പയിനുകൾ നമുക്കുണ്ടാകട്ടെ. നമ്മളിലൂടെ ചില പ്രകാശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം. പുതിയ വർഷമാണ്, ഒരുപാട് തുടക്കങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യാൻ ബാക്കിയുണ്ട്. അത് മരണം വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്ക് വേണ്ടി. അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ, നമ്മളിലൂടെ ഒരുപാട് ആളുകൾ എംപവറായി, ഇൻസ്പയറായി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അനലൈസ് ചെയ്ത്, ഇംപ്രൂവ് ചെയ്ത്, വാല്യുവേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്തരത്തിലേക്ക് ചിന്തകൾ നൽകുന്ന ഒരു മനോഹരമായ സെഷൻ ആയിരുന്നു സിന്ധു മാം ഇവിടെ ചെയ്തത്. നമ്മൾ ട്രെയിനേഴ്സ് ടോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വലിയ അഗ്രഗണ്യന്മാരായിട്ടുള്ള ട്രെയിനേഴ്സ് അല്ല ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നത്. തികച്ചും തുടക്കക്കാരായിട്ടുള്ള, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലോകത്തോട് പറയണം, ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ജീവിതത്തെ അടയാളപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന, മനസ്സിന്റെ ഉള്ളിൽ വളരെ ആഗ്രഹത്തോടു കൂടി കടന്നു വരുന്ന ട്രെയിനർമാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്കറിയാവുന്ന അവരുടെ ചെറിയ ചെറിയ വായനകൾ, ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ കണ്ട് അവർ പഠിച്ചതാണ് ഇവിടെ വന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും അത് കേൾക്കാനും അതിനെ ഇൻസ്പയർ ചെയ്യാനും അതിലൊക്കെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കാനും ഒക്കെ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആ ഒരു സാന്നിധ്യത്തിന്, അതിൻ്റെ ആ ഒരു നിങ്ങളുടെ ആ ഒരു സഹകരണത്തിന് തീർച്ചയായിട്ടും ഈ ഒരു എൻറ്റയർ ടീമിന് വേണ്ടി ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. കാരണം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് പറയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക. നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്കുകളും ആഡ് ഓണുകളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഇനിയും ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പൊ അത്തരത്തിൽ നമ്മൾ അവർക്ക് ഒരു തിരികത്തിച്ചു കൊടുക്കുമ്പോൾ നാളെ അവർക്ക് ഇതിനേക്കാൾ മനോഹരമായിട്ട്, വിശാലമായിട്ട് അവർക്ക് പറയാനും എഴുതാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു വലിയ ഇൻസ്പിറേഷനാണ് ലഭിക്കുന്നത്. അതിനൊരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷൻ അവതരിപ്പിച്ച സിന്ധു മാം ബാച്ച് 21 മെമ്പറാണ്. സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായിട്ട് ഇൻട്രോ പറഞ്ഞ സജ്ന മാം ബാച്ച് 22 മെമ്പർ, അവർക്കും പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മറ്റു ബാച്ച് മെമ്പേഴ്സ്, അതേപോലെ തന്നെ മറ്റു പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും സന്തോഷങ്ങളും അറിയിക്കുന്നു, സ്നേഹങ്ങളും അറിയിക്കുന്നു. ഇനിയും മറ്റൊരു എപ്പിസോഡ് ട്രെയിനേഴ്സ് ടോക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു ട്രെയിനർ ഇതേപോലെ നിങ്ങളെ കാണാനെത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും സംവദിക്കണം, സംസാരിക്കണം, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Thank you, sir. Thank you. Good night. Good Thank night. you, sir.